എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ, അതായത് ആംഗിൾസ്. ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോണുകൾ അല്ലേ? അപ്പോൾ വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണിത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പഠിക്കാൻ പറ്റും. മാത്രമല്ല, ഈ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്കിനി അടുത്ത ക്ലാസ്, അതായത് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ലും അല്ലേ, ഇനി എപ്പോഴും നമുക്ക് ആവശ്യം വരുന്ന കാര്യങ്ങളാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ എളുപ്പമാണെന്ന് മാത്രമല്ല, നമുക്ക് പരീക്ഷയ്ക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇതിലെ മാർക്ക് മുഴുവൻ നമുക്ക് സ്കോർ ചെയ്യാനും പറ്റും. അപ്പോൾ ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇനി തുടങ്ങാലോ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ആദ്യം 2 വരകൾ ഞാനിവിടെ വരച്ചിട്ടുണ്ട് അല്ലേ. ഈ 2 വരകൾ തന്നെ ഞാൻ ഇങ്ങനെ വെച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ അവയുടെ അറ്റങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടി. ഓക്കെ, ഇവിടെയും എന്ത് സംഭവിച്ചു? ഇവിടെയും ഞാൻ ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ വെച്ചപ്പോൾ ഇവിടെയും നമുക്ക് ഇതിന്റെ 2 അറ്റങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടി. ഇവിടെയും അതുപോലെ തന്നെ അല്ലെ, 2 അറ്റങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടി. ഇവിടെയും അത് തന്നെ സംഭവിച്ചു. അതായത് ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഒരു മൂലകൾ കിട്ടി. ഈ രണ്ടും കൂടി ഇങ്ങനെ കൂട്ടിമുട്ടിയപ്പോൾ ഇവിടെ ഒരു മൂല വന്നു, ഇവിടെയും ഒരു മൂല വന്നു അല്ലെ. ഇവിടെ ഒരു മൂല കിട്ടി, നമുക്ക് ഇവിടെയും ഒരു മൂല കിട്ടി. അപ്പൊ ഇങ്ങനെ 2 വരകൾ ഒരൊറ്റ പോയിന്റിൽ, അതായത് ഒറ്റ ബിന്ദുവിൽ ഇങ്ങനെ കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഈ രൂപത്തെയാണ്, അല്ലെങ്കിൽ ഈ ഫിഗറിനെയാണ് നാം എന്ത് പറയുക? ആംഗിൾസ് അഥവാ കോണുകൾ എന്ന് പറയുക. അപ്പൊ എന്താണ് ആംഗിൾസ് എന്ന് മനസ്സിലായല്ലോ. അതായത് 2 വരകള് അവ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുമ്പോൾ, കണ്ടല്ലോ. അപ്പൊ ഒറ്റ പോയിന്റിൽ ഇങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ നമുക്കൊരു പ്രത്യേക ഷേപ്പ് അല്ലെ, ആ രൂപത്തെയാണ് നാം എന്ത് പറയുക? ആംഗിൾ എന്ന് പറയുക. മനസ്സിലായല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, ഇവിടെ എത്ര ആംഗിളുകൾ ഉണ്ട്? നമുക്കറിയാം, 2 ലൈനുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴാണ് നമുക്ക് ആംഗിളുകൾ ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു ലൈൻ, ഇവിടെ ഒരു ലൈൻ, ഇത് തമ്മിൽ കൂട്ടിമുട്ടി അല്ലെ. അപ്പൊ ഇവിടെ ഒരു ആംഗിൾ. പിന്നെയോ ഈ ലൈൻ ഇവിടെ കൂട്ടിമുട്ടി, ഇവിടെ ഒരു ആംഗിൾ. പിന്നെ ഇത് തമ്മിൽ കൂട്ടിമുട്ടി, ഇവിടെ ഒരു ആംഗിൾ അല്ലെ. പിന്നെ ഇത് തമ്മിൽ കൂട്ടിമുട്ടി, ഇവിടെ ഒരു ആംഗിൾ. അപ്പൊ ഇവിടെ എത്ര ആംഗിളുകൾ ഉണ്ട്? 4 ആംഗിളുകൾ ഉണ്ട് അല്ലെ, 4 കോണുകളുണ്ട്. ഇവിടെയാണെങ്കിലോ, ഇവിടെയും അതുപോലെ തന്നെ ഇതിങ്ങനെ കൂട്ടിമുട്ടുന്നു, ഇവിടെ ഒരു ആംഗിൾ. ഇതും തമ്മിൽ ഇവിടെ കൂട്ടിമുട്ടുന്നു, അപ്പൊ ഇവിടെ ഒരു ആംഗിൾ. പിന്നെ ഈ ലൈനും കൂട്ടിമുട്ടുമ്പോൾ ഇവിടെ ഒരു ആംഗിൾ, പിന്നെ ഇവിടെ ഒരു ആംഗിൾ അല്ലെ. അപ്പൊ ഇവിടെയും 4 ആംഗിളുകൾ. ഇവിടെയാണെങ്കിലോ, ഇവിടെയും ഇതുപോലെ തന്നെ അല്ലെ. ഇവിടെ ഒരു ആംഗിൾ, ഇവിടെ ഒരു ആംഗിൾ, ഇവിടെ ഒരു ആംഗിൾ, ഇവിടെ ഒരു ആംഗിൾ. മനസ്സിലായല്ലോ. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് ഒരേ വലിപ്പത്തിലുള്ള 2 ലൈനുകൾ, ഈ ലൈനുകൾ തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ നമുക്ക് ഇവിടെ ഒരു ആംഗിൾ കിട്ടി അല്ലെ. അപ്പൊ അതേ ലൈൻ തന്നെ ഇങ്ങനെ കൂട്ടിമുട്ടിയപ്പോൾ ഇവിടെയും നമുക്ക് ഒരു ആംഗിൾ കിട്ടി അല്ലെ. ഇപ്പോൾ ഇവിടെ 2 ആംഗിളുകൾ ഉണ്ട്. ഈ 2 ആംഗിളുകൾ തമ്മിൽ എന്താണ് വ്യത്യാസം? ഇപ്പൊ ഈ നീളം തന്നെയാണ് ഈ നീളം എന്ന് വിചാരിക്കുക, ഇതിന്റെ ഈ നീളം തന്നെയാണ് ഇവിടെയും. അങ്ങനെയാണ്. പക്ഷെ ഇവിടെ എന്തോ ഒരു വ്യത്യാസം കാണുന്നുണ്ട്. എന്താണ് വ്യത്യാസം? നമുക്കറിയാം, ഈ ആംഗിളിന്റെ ഈ 2 വരകൾ തമ്മിൽ കൂട്ടിമുട്ടി അല്ലെ. അപ്പൊ ഇവിടെയുള്ള ഈ വിരിവ് അല്ലെ, ഇവിടെ ഒരു വിരിച്ചൽ കാണുന്നുണ്ട് അല്ലെ, ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നു. അതിനേക്കാൾ കുറെ കൂടുതലാണ് ഇത് അല്ലെ. അതായത് ഇത് കുറേയും കൂടി അകന്ന് നിൽക്കുകയാണ്. ഈ 2 ലൈനുകളും തമ്മിൽ ഇവിടെ കൂട്ടിമുട്ടുന്നുണ്ട്, പക്ഷെ ഇവ തമ്മിൽ കുറെ അകന്നിട്ടാണ് അല്ലെ. മറ്റു ഭാഗം നോക്കിയാൽ കുറെ അകന്ന് നിൽക്കുകയാണ്. ഇതാണെങ്കിലോ, ഇത് കുറെ ഇതിനോട് ഇങ്ങോട്ട് അടുത്ത് വന്നിട്ടുണ്ട് അല്ലെ. അതായത് ഇതിന് വിരിവ് കുറവാണ്, ഇതിന് വിരിവ് കൂടുതലാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും, ഇതിന്റെ നീളങ്ങളൊക്കെ സെയിം തന്നെ, പക്ഷേ ഇതിന്റെ ഈ വിരിവ് ഇവിടെ കുറവാണ്, പക്ഷെ ഇവിടെയാണെങ്കിൽ കൂടുതലാണ് അല്ലെ. അതായത് ഈ 1ാമത്തെ കോണിനേക്കാൾ വിരിവ് കൂടുതലാണ് 2ാമത്തെ കോണിന്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 1ാമത്തെ കോണിനേക്കാൾ വലിയ കോണാണ് 2ാമത്തെ കോൺ എന്ന് പറയാം. മനസ്സിലായല്ലോ. അതായത് ഈ ആംഗിളിനേക്കാൾ വലിയ ആംഗിളാണ് ഈ ആംഗിൾ. അപ്പൊ വലുതെന്ന് പറയാൻ എന്താണ് കാരണം? ഇതിന്റെ ഈ വിരിവ്. മനസ്സിലായല്ലോ. അപ്പൊ ഇതനുസരിച്ചാണ് നാം ഒരു കോണിന് വലുതാണോ ചെറുതാണോ എന്ന് പറയാം. അല്ലാതെ നമ്മൾ നോക്കിയാൽ ഇപ്പൊ ഈ ലൈൻ ഞാനിങ്ങനെ കുറെ നീട്ടി നീയിരിക്കാം, കുറെ നീട്ടിയതുകൊണ്ട് ഈ വിരിവ് കൂടുന്നുണ്ടോ? വിരിവ് ഇതേ വിരിവ് തന്നെയാണ് അല്ലെ. ഇത് എത്ര നീട്ടിയിട്ടും കാര്യമില്ല, കോൺ വലുതാവില്ല. കോൺ എന്ന് പറഞ്ഞാൽ ഈ വിരിവാണ്. ഈ വിരിവ് എത്രയാണ്? ഇതിനേക്കാൾ കൂടുതൽ ഇതിനാണ്. അതുകൊണ്ട് ഈ കോണിനേക്കാൾ വലിയ കോണാണ് ഈ കോൺ. അപ്പൊ ഇത് നമുക്ക് ഒരൊറ്റ നോട്ടത്തിൽ തന്നെ പറയാൻ പറ്റും അല്ലെ, ഇതാണ് വലിയ കോണെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ വേറെ 2 കോണുകളും കൂടി വരച്ചിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പൊ ഈ കോണിൽ ഏതാണ് വലിയ കോൺ, ഏതാണ് ചെറിയ കോൺ, എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇവിടെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി അല്ലെ, ഇവിടെയാണ് വിരിവ് കൂടുതൽ, അതുകൊണ്ട് ഇതാണ് വലുത്. ഇവിടെയാണെങ്കിലോ, ഇവിടെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇത് ഏതാണ് വലുതെന്ന് പറയാൻ പറ്റില്ല അല്ലെ, പറ്റില്ല. ഇപ്പൊ നമുക്ക് നോക്കിയേ, നമുക്കൊരു വര, അതിന്റെ നീളം, ഇപ്പൊ 2 വരകൾ, അതിൽ ഏതാണ് വലുതെന്ന് കണ്ടുപിടിക്കാൻ നാം എന്ത് ചെയ്യാൻ മതി? നമുക്കറിയാം, നാം സ്കെയിൽ വെച്ച് അളന്നു കഴിഞ്ഞാൽ ഏതാണോ കൂടുതൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ.
അല്ലെങ്കിൽ ഒരു വസ്തുവിന് ഏതാണ് ഭാരം കൂടുതൽ എന്നറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അത് തൂക്കി നോക്കും അല്ലേ? തൂക്കി നോക്കിയാൽ നമുക്കറിയാം അതിന് വെയിറ്റ് കൂടുതലുള്ള ഇതിനാണ് വെയിറ്റ് കൂടുതൽ, ഇതിനാണ് വെയിറ്റ് കുറവെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതുപോലെ ഇവിടെ നമുക്ക് ഇതിലേതാണ് വലുത് എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് എന്താണ് മാർഗം? നമുക്കറിയാം ഇത് അളന്നു നോക്കേണ്ടതായിട്ട് വരും അല്ലേ? അപ്പൊ എന്താണ് നമ്മൾ അളന്നു നോക്കുക? അപ്പൊ ഇവിടെ അളന്നു നോക്കേണ്ടത് നമുക്കറിയാം ഈ വിരിവ് അല്ലെ, ഈ വിരിവാണ് ഇവിടെ നേരത്തെ പറഞ്ഞത്. വിരിവ് കൂടിക്കഴിഞ്ഞാൽ കോണിന്റെ വലിയ കോൺ എന്ന് പറയും, വിരിവ് കുറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കോൺ എന്ന് പറയും അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ ഈ വിരിവാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്, അതായത് അളക്കേണ്ടത്. അപ്പൊ ഇത് അളക്കാൻ എന്ത് ചെയ്യും? സ്കെയിൽ മതിയോ? സ്കെയിൽ പോരാ. അതിനാണ് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ ഇതുപോലുള്ളൊരു സാധനം കാണാം അല്ലെ. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഇതാണ് നാം കോണ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. മനസ്സിലാവും? ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഇതിന്റെ പേരാണ് പ്രൊട്രാക്ടർ. മനസ്സിലായല്ലോ? പ്രൊട്രാക്ടർ. അപ്പൊ ഈ പ്രൊട്രാക്ടർ ഉപയോഗിച്ചാണ് നാം എന്ത് ചെയ്യുക? ഈ കോണിന്റെ അളവ് മെഷർ ചെയ്യുക. അപ്പൊ നമുക്കിനി എങ്ങനെയാണ് കോണ് മെഷർ ചെയ്യാമെന്നൊന്ന് നോക്കാം. അപ്പൊ ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ നമുക്ക് ഈ അടിയിൽ കണ്ടില്ലേ ഒരു ലൈൻ ഇങ്ങനെ കാണാം. ഒരു ലൈൻ കണ്ടില്ലേ, ഒരു വര ഇങ്ങനെ കണ്ടല്ലോ. ഓക്കെ, അതിന്റെ ഈ അറ്റത്ത് കാണാം 0 എന്ന് കാണാം. കണ്ടു അല്ലേ? 0, പിന്നെ 10, 20, 30, 40, 50, 60, 70, 80, 90, പിന്നെ 100, 110 അങ്ങനെ പോയി ഇങ്ങനെ വന്നുമ്പോൾ 180 വരെ കാണാം. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ നിന്ന് 0 തൊട്ട് ഇങ്ങനെ തുടങ്ങി ഇവിടെ 180 വന്ന് അവസാനിക്കുന്നു. ഇതിന്റെ നടുവിൽ കാണാം, അതായത് 0 180 ആണ് അല്ലെ. അപ്പൊ അതിന്റെ പകുതി എത്രയാണ്? 90, 90. അപ്പൊ നടുവിൽ കാണാം 90 എന്ന് കാണാം. നിന്ന് തുടങ്ങിയിട്ട് നോക്കിയാൽ ഇങ്ങനെ പോണ് ഈ 0 ഇങ്ങനെ അല്ലെ. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് 10, ഇവിടെ നിന്ന് 20, ഇവിടെ 30, 40, 50, 60 അങ്ങനെ പോയി അവസാനം ഈ സ്ട്രൈറ്റ് ആവുമ്പോൾ ഇവിടെ 180 എന്ന് കാണാം. ആണല്ലോ? ഓക്കെ. ഇനി അത് മാത്രമല്ല, ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ അറ്റത്ത് ഇവിടെ നമുക്ക് 0 തൊട്ട് 180 വരെ കാണാം. പിന്നെ ഇവിടെ തൊട്ട് ഇതേപോലെ തന്നെ 0 തൊട്ട് ഇതിങ്ങനെ 10, 20 അങ്ങനെ കണ്ടിട്ട് ഇതിന്റെ മുകളിൽ കൂടി കണ്ടാം. നേരത്തെ പറഞ്ഞ നേരെ ഓപ്പോസിറ്റ് വന്നിട്ട് ഇവിടെ ഒരു 180 കാണാം അല്ലെ. അപ്പൊ ഇവിടെ 0 കാണാം, 0 തുടങ്ങി ഇങ്ങനെ പോയി കേറി പോയിട്ട് 180. ഇവിടെ 0 തുടങ്ങിയിട്ട് ഇങ്ങനെ കേറി പോയിട്ട് ഇവിടെ 180 അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ കാണാൻ പറ്റുക. അപ്പൊ ഇവിടെ ഈ പോയിന്റിൽ നിന്ന് 0 അല്ലെ, 0 തൊട്ട് നോക്കിയാൽ ചെറിയ കള്ളികൾ വന്നിട്ട് ഇവിടെ 10. അപ്പൊ 0 മുതൽ 10 വരെ ഈ അളവിനെയാണ്, ഇത്രയും ഭാഗത്ത് നമ്മൾ എന്ത് പറയും? ഈ കോൺ അളവിനെ നമ്മൾ 10 ഡിഗ്രി എന്ന് പറയും. മനസ്സിലായല്ലോ? അതായത് 0ക്കും 10നും ഇടയിലാണ് ഈ അളവാണെങ്കിൽ 10 ഡിഗ്രി. പിന്നെ ഇവിടെ നിന്ന് ഇവിടം വരെ വീണ്ടും 10 ഡിഗ്രി, പിന്നെ ഇവിടെ നിന്ന് ഇവിടം വരെ വീണ്ടും 10 ഡിഗ്രി അല്ലെ. അപ്പൊ 0 മുതൽ ഇവിടം വരെ എത്രയായി? 10, 20, 30, 40 അല്ലെ. അപ്പൊ ഈ ലൈൻ മുതൽ ശ്രദ്ധിക്കുക, ഈ 0 എന്ന് എഴുതിയ ലൈൻ മുതൽ ഇപ്പൊ 40 വരെ എഴുതിയ ലൈൻ. അപ്പൊ ഇങ്ങനെയാണ് ആംഗിൾ എങ്കിൽ കണ്ടല്ലോ, ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ മുട്ടി ഇങ്ങനെയാണ് ആംഗിൾ എങ്കിൽ ഇതിന്റെ എത്ര ഡിഗ്രി ആയിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായല്ലോ? ഇനി ഇവിടെയാണ് ഇത് മുതൽ ഇങ്ങനെ പോന്നിട്ട് ഇങ്ങനെയാണ് വിചാരിക്കുക കോണ്. അങ്ങനെയാണെങ്കിൽ എത്ര ഡിഗ്രി ആയിരിക്കും? ഇവിടെ 70 ആണ് അല്ലെ. അപ്പൊ നമുക്ക് 70 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നാം ഇങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും? 0, 10, 20 അങ്ങനെ കയറി പോണ ആ നമ്പർ എടുക്കണം, അല്ലാണ്ട് ഇത് എടുക്കരുത്. അതേസമയം നാം ഇവിടെ നിന്ന് ഇങ്ങോട്ട് മെഷർ ചെയ്യേണ്ട ആംഗിൾ ആണെങ്കിൽ നാം ഇവിടെ നിന്ന് 0 തുടങ്ങിയിട്ട് എടുക്കണം. മനസ്സിലായില്ലേ? അതായത് അപ്പൊ ആംഗിൾ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇപ്പൊ ഇത് നമ്മൾ ഈ ആംഗിൾ കണ്ടില്ലേ, അപ്പൊ ഇതേപോലത്തെ ആംഗിൾ ആണെങ്കിൽ നമ്മൾ എവിടെ നിന്ന് മെഷർ ചെയ്യണം? ഇവിടെ നിന്ന് ഇങ്ങനെ മെഷർ ചെയ്ത് ഇങ്ങനെ വരണം. അതേസമയം നമ്മളെ ആംഗിൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, അങ്ങനെയാണെന്ന് എന്ത് വേണ്ടി വരും? ഇവിടെ നിന്ന് മെഷർ ചെയ്യണം. മനസ്സിലായില്ലേ? നമുക്ക് ഈ ആംഗിൾ എങ്ങനെയാണ് ഇത് ഉപയോഗിച്ച് മെഷർ ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ നാം ആദ്യം എന്ത് ചെയ്യണം? ഇതാണ് നമ്മളെ ആംഗിൾ അല്ലെ, ഇവിടെയാണ് ആംഗിൾ വരുന്നത്. അതുകൊണ്ട് ഈ പ്രൊട്രാക്ടർ നോക്കിയാൽ നാം ഇതാണ് നമ്മുടെ സ്ട്രൈറ്റ് ലൈൻ അല്ലെ. അപ്പൊ ഈ നടുവിലെ പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് വളരെ കൃത്യമായിട്ട് ഇവിടെ തന്നെ വെക്കാം. എന്നിട്ട് ഇതേ അപ്പൊ ഈ പോയിന്റ് ഇതേ ഇവിടെ വെച്ചു, കണ്ടില്ലേ? കറക്റ്റ് ആയിട്ട് വെക്കാം. എന്നിട്ട് നമ്മൾ ഈ ലൈനും ഈ 0 എന്ന് എഴുതിയ ലൈൻ ഉണ്ടല്ലോ, അതായിട്ട് കൃത്യമായിട്ട് മുട്ടി വരുന്ന രീതിയിൽ തന്നെ വെക്കാം. കണ്ടില്ലേ? അതായത് നമ്മുടെ ഈ ലൈൻ അതിന്റെ മുകളിൽ കൃത്യമായിട്ട് ഇങ്ങനെ മുട്ടി. പിന്നെയോ ഈ നമ്മുടെ ആംഗിളിന്റെ മൂലയും ഈ എല്ലാം കൂടി മുട്ടുന്ന ഒരു പോയിന്റ് ഇല്ലേ, അതും ഒരുമിച്ചായിരിക്കണം, കറക്റ്റ് ആയിരിക്കണം. അപ്പൊ കറക്റ്റ് ആയല്ലോ. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങോട്ടാണ് നമ്മൾ ആംഗിൾ പോണത് അല്ലേ.
ഇതാണ് നമ്മുടെ വര. അപ്പൊ നമുക്ക് ഇതാണ് നമ്മുടെ ആംഗിൾ. അതുകൊണ്ട് എന്ത് വേണം? 0 ഇത് ഇപ്പുറത്ത് എടുക്കരുത്, 180 170 അത് എടുക്കരുത്. അത് ഞാൻ പറഞ്ഞല്ലോ, അത് നമുക്ക് ഇവിടെ നിന്ന് മെഷർ ചെയ്യുമ്പോഴാണ് അത് വേണ്ടി വരാം. ഇവിടെ നമുക്ക് 0 10 കൂടി കൂടി വരുന്നത് എടുക്കാം. അപ്പൊ 0 10 20 30 40 50 60 കണ്ട. അപ്പൊ 60 അവിടെ എത്തിയപ്പോഴാണ് നമ്മുടെ ഈ വര നിൽക്കുക 60ക്ക് കറക്റ്റ് നേരെയാണ്. കണ്ടില്ലേ? അപ്പൊ ഇവിടെ 120 ഉണ്ട്. പക്ഷെ 120 ഏതാണ്? ഇവിടെ നിന്ന് മെഷർ ചെയ്യുമ്പോഴത്തെ 120 ആണ്. അപ്പൊ നമ്മൾ അതെടുക്കരുത്. നാം ഇവിടെ നിന്ന് 0 മുതൽ കയറി വരുന്ന 60. അപ്പൊ 60യിലാണ് നമ്മുടെ ലൈൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി. മനസ്സിലായില്ലേ? അപ്പൊ ആംഗിൾ നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അത് അളവ് എവിടെയാണ് എഴുതുക? ആ അളവ് എഴുതുക ഇവിടെ ഇങ്ങനെ ഒന്ന് വരയ്ക്കും. കണ്ടില്ലേ? ഇങ്ങനെ ഒന്ന് വരച്ചിട്ട് ഇവിടെ നമ്മൾ 60 എന്ന് എഴുതി, പിന്നെ മുകളിൽ ചെറിയൊരു ഇങ്ങനെ ഇടും. അത് ഡിഗ്രി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ഈ ആംഗിളിന്റെ അളവ് 60 ഡിഗ്രിയാണ്. ഇനി നമുക്ക് ഈ ആംഗിൾ മെഷർ ചെയ്യുന്ന വിചാരിക്കാം. ഈ ആംഗിളാണ് മെഷർ ചെയ്യേണ്ടത്. ഇപ്പൊ നോക്കിയാൽ ഈ ആംഗിൾ നോക്കിയാൽ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇതാണ് ആംഗിൾ അല്ലേ? അപ്പൊ നമ്മൾ പ്രൊട്രാക്ടർ എടുത്തു, പ്രൊട്രാക്ടർ എടുത്ത് ഇങ്ങനെ വെച്ചു അല്ലേ? ഇനി ഏത് ആംഗിളാണ്? ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. നാം നേരത്തെ മെഷർ ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് നോക്കിയാൽ 0 മുതൽ ഇങ്ങനെ എടുത്തു പോകുന്നു. ഇവിടെ ഇതാണ് നമ്മുടെ പോയിന്റ്, മെയിൻ പോയിന്റ് അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ ഈ പോയിന്റ് ഈ നടു ഇവിടേക്ക് തന്നെ വെക്കണം. അപ്പൊ നമ്മൾ ഇങ്ങനെ വെച്ചു, കണ്ട കൃത്യമായിട്ട് വെച്ചു. അതിനുശേഷം നമ്മുടെ ലൈൻ ഇതൊക്കെ ഈ ലൈൻ ഇങ്ങോട്ടാണ് നിൽക്കുന്നത് അല്ലേ? അപ്പൊ ഇതിന്റെ മുകളിൽ സ്ട്രൈറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് വെക്കണം. അതില്ലേ? വെച്ചു. ഇനി എവിടെ മെഷർ ചെയ്യേണ്ടത്? നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് മെഷർ ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ ഇത് 0 മുതൽ ഇങ്ങോട്ട് മെഷർ ചെയ്ത് പോകണം. അപ്പൊ 0 10. അപ്പൊ ഇവിടെ നോക്കിയാൽ 180 എടുക്കുന്നുണ്ട്. ആ 180 ഏതാണ്? ഇവിടുന്ന് 0 മുതൽ ഇങ്ങനെ കയറി വരുന്ന 180 ആണിത്. അപ്പൊ അതല്ല എടുക്കേണ്ടത് നമ്മൾ ഇവിടെ മുതൽ ഇങ്ങോട്ടാണ് പോണത് അല്ലേ? അപ്പൊ 0 10 20 30 40 കണ്ട. അപ്പൊ 40 എന്ന് എഴുതിയപ്പോ 40യുടെ കറക്റ്റ് അളവിലാണ് നിൽക്കുന്നത്. നമ്മുടെ പഴയ ലൈൻ കണ്ടില്ല? ആ ആംഗിളിന്റെ ലൈൻ നിൽക്കുന്നത് ഇതിലാണ് 40യിലാണ്. അതുകൊണ്ട് ഈ ആംഗിൾ എത്രയായിരിക്കും? 40 ഡിഗ്രി. അപ്പൊ നമുക്കിവിടെ ഈ ആംഗിൾ 40 ഡിഗ്രി. മനസ്സിലായില്ലേ? അപ്പൊ ഈ രൂപത്തിലാണ് നാം കോണുകൾ മെഷർ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ ആംഗിൾ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. എന്ത് വേണം? നമ്മൾ പ്രൊട്രാക്ടർ എടുത്തു. പ്രൊട്രാക്ടർ എടുത്ത് നോക്കിയാൽ ഇത് കറക്റ്റ് ആയിട്ട് അല്ലേ? ഈ ലൈൻ്റെ ഇത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വെച്ചു. ഇത് 0 ഇത് കൂട്ടിമുട്ടി ഈ പോയിന്റിൽ അല്ലേ? ഈ പോയിന്റിൽ ഇവിടെ കൂട്ടിമുട്ടി. പിന്നെ ഈ ലൈനിന് കൃത്യമായിട്ട് ഇങ്ങനെ വെച്ചു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ 10 20 30 40 50 അങ്ങനെ പോയിട്ട് 90 ഡിഗ്രി കണ്ട. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി കിട്ടി. അപ്പോൾ 90 ഡിഗ്രി എന്താന്ന് നോക്കിയാൽ ഇതിന്റെ മൊത്തം നമ്മൾ പറഞ്ഞു 180 അല്ലെ? 0 മുതൽ 180 വരെ 180 വരാനുള്ളത് അല്ലെ? അപ്പൊ അതിന്റെ പകുതിയാണ് 90 അല്ലെ? അപ്പൊ ഇത് നമുക്ക് 90 ഡിഗ്രി കിട്ടി. അപ്പൊ ഇതിന്റെ ഈ ആംഗിളിന്റെ പ്രത്യേകത നോക്കിയാൽ ഇങ്ങനെ കുത്തനെ നിൽക്കുന്നു അല്ലെ? രണ്ടും ഈ വര ഇങ്ങനെ നിൽക്കുന്നു. കറക്റ്റായിട്ട് നമ്മളൊരു വടി കുഴിച്ചിട്ട പോലെ കറക്റ്റായിട്ട് നേർക്ക് നേരെ നിൽക്കുന്നു അല്ലെ? അപ്പൊ അങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്ക് 90 ഡിഗ്രി കിട്ടുക. അപ്പോൾ ഒരു ആംഗിളിന്റെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ആംഗിളിന്റെ അളവ് 90 ഡിഗ്രി ആണെങ്കിൽ നാം ആ ആംഗിളിന് ഒരു പേര് പറയും. എന്താണ് പേര്? റൈറ്റ് ആംഗിൾ എന്ന് പറയും. അതായത് മട്ടക്കോൺ എന്ന് പറയും. റൈറ്റ് ആംഗിൾ, റൈറ്റ് ആംഗിൾ. അപ്പൊ റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആംഗിളിന്റെ അളവ് 90 ഡിഗ്രി ആണെങ്കിൽ, ആ 90 ഡിഗ്രി ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് റൈറ്റ് ആംഗിൾ. അപ്പൊ നമ്മൾ ഇവിടെ 2 ലൈനുകളാണ് അല്ലെ? അപ്പൊ ഒരു ലൈൻ മറ്റൊരു ലൈനുമായിട്ട് 90 ഡിഗ്രിയാണ് ആംഗിൾ ഉണ്ടാക്കുന്നതെങ്കിൽ നാം അതിന് പറയും, അതായത് ഈ വരയ്ക്ക് പെർപെൻഡിക്കുലർ ആണ് ഈ ലൈൻ എന്ന് നമ്മൾ പറയും. മനസ്സിലായ? അതായത് ഇപ്പൊ നോക്കിയാൽ ഇത് 2 വരകളാണ് നമ്മൾ മുമ്പ് പറഞ്ഞു അല്ലെ? അപ്പൊ ഈ വരയുമായിട്ട് 90 ഡിഗ്രിയാണ് ആംഗിൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇങ്ങനെ 90 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുകയാണെങ്കിൽ നാം ഒരു കാര്യം പറയാറുണ്ട്, അതായത് ഇപ്പൊ ഈ വരച്ച വര ഈ വരയ്ക്ക് പെർപെൻഡിക്കുലർ ആണ്, അതായത് ലംബമാണെന്ന് പറയും. പെർപെൻഡിക്കുലർ. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ലംബം. മനസ്സിലായില്ലേ? അപ്പൊ ഈ വരയ്ക്ക് ലംബം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇവര് തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നോക്കിയേ, ഒരു ലൈൻ അല്ലേ? ഈ ലൈൻ എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. അതായത് ഇവിടെ 90 ഡിഗ്രി ആണെങ്കിൽ ഇത് പെർപെൻഡിക്കുലർ ആണെന്ന് പറയും അല്ലെ? അപ്പൊ സാധാരണ നമ്മൾ 90 ഡിഗ്രി ആണെങ്കിൽ നാം എന്ത് ചെയ്യാം? ഇതേ രൂപത്തിലാണ് എഴുതുക. കണ്ട, ഇങ്ങനെ ഒരു സ്ക്വയർ പോലെ ഇങ്ങനെ വരച്ചിട്ട് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് 90 ഡിഗ്രി ആണെന്നാണ്. മറ്റേതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിപ്പോൾ ആംഗിൾ ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ വളച്ച് എഴുതും അല്ലേ? എന്നിട്ട് നമ്മളിവിടെ കോണെ 40 ആണെങ്കിൽ 40 എഴുതും അല്ലേ? അപ്പൊ ഇതും എന്താണ്? ഇതും 90 ഡിഗ്രി. അതായത് നമുക്ക് എന്ത് പറയാം?
ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആണ് ഈ ലൈൻ. അതല്ലെങ്കിൽ ഈ ലൈൻ ഇതിന് പെർപെൻഡിക്കുലർ ആണ്, അല്ലെങ്കിൽ ലംബമാണ്. ഇനി നമുക്ക് ഒരു അളവ് തന്നിട്ട് ആ അളവ് വെച്ചിട്ട് ഒരു ആംഗിൾ വരയ്ക്കാൻ പറഞ്ഞാൽ എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മോട് ഈ ആംഗിൾ ഒന്ന് വരയ്ക്കാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരയ്ക്കും? ആദ്യം നമുക്കറിയാം ഒരു ലൈൻ വരയ്ക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം അത് നമുക്ക് അളവ് തന്നിട്ടില്ല, ഇവിടെ 5 or 10 സെന്റിമീറ്റർ നമുക്ക് നീളം തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള അളവിൽ ഒരു ലൈൻ വരയ്ക്കാം. ഇപ്പോൾ ഒരു 6 സെന്റിമീറ്റർ 8 സെന്റിമീറ്റർ എടുത്ത് ഒരു വര വരച്ചു. ഞാനൊരു വര വരച്ചു. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് വേണം? 40 ഡിഗ്രി വേണം അല്ലേ. അപ്പോൾ അതെങ്ങനെ നമ്മൾ അളക്കും? പ്രൊട്രാക്ടർ എടുക്കുക അല്ലേ. പ്രൊട്രാക്ടർ എടുത്തിട്ട് നാം നേരത്തെ അളന്ന പോലെ അതേ രൂപത്തിൽ തന്നെ നാം പ്രൊട്രാക്ടർ എന്ത് ചെയ്യാം? ഈ കറക്റ്റ് ആക്കി ഈ ലൈൻമ 0 എന്ന് എഴുതിയ ലൈൻമ വെച്ചു. ഈ കണ്ട ഈ കൂട്ടിമുട്ടുന്ന ഈ ജംഗ്ഷൻ നോക്കിയാൽ ഇതിന്റെ കറക്റ്റ് ആയിട്ട് ഈ ലൈനിന്റെ അറ്റത്ത് വെച്ചു. ഇനി നാം എന്ത് ചെയ്യണം? നമുക്ക് 40 ഡിഗ്രി ആണ് വേണ്ടത് അല്ലേ. അപ്പൊ ഇവിടെ നോക്കിയാൽ 0 കണ്ട, എപ്പോഴും ശ്രദ്ധിക്കുക 0 എന്ന് തുടങ്ങണം. 180 എന്നല്ല തുടങ്ങണം. ഇവിടെ 180 കാണാം. 180 നമുക്ക് ആവശ്യം 0, 10, 20, 30, 40 കണ്ടില്ലേ? 40. അപ്പൊ ഇതാണ് 40. അപ്പൊ ഈ 40 വരുന്നിടത്ത് നമ്മൾ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ഇതാണ് 40. നമുക്ക് 40 ഡിഗ്രിയുടെ പോയിന്റ് കിട്ടിയല്ലേ. ഇനി ഇതും തമ്മിൽ അങ്ങോട്ട് യോജിപ്പിക്കാം. അവ തമ്മിൽ അതേ കൂട്ടി യോജിപ്പിച്ചു. കണ്ടല്ലോ. അപ്പൊ ഇതാണ് 40 ഡിഗ്രി. ഓക്കെ, ഇനി നമുക്ക് ഈ കോൺ വരയ്ക്കണം എന്ന് വിചാരിക്കാം. അളവ് എത്രയാണ്? 60 ഡിഗ്രി അല്ലേ. എങ്ങനെ വരയ്ക്കും? ഇതേപോലെ തന്നെ നമ്മൾ ആദ്യം ചെയ്യാം. ഈ ലൈൻ ആദ്യം നമുക്ക് വരയ്ക്കാം. അപ്പൊ ഇവിടെ നമുക്ക് അളവ് തന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഒരു 6 or 8 സെന്റിമീറ്റർ എടുത്തിട്ട് ആദ്യം ഒരു ലൈൻ വരയ്ക്കാം. ആദ്യം ഒരു ലൈൻ വരച്ചു. ഓക്കെ, ഇത് വരച്ചു കഴിഞ്ഞു അല്ലേ. ഇനി എന്ത് വേണം നമുക്ക്? ഇവിടെ നിന്ന് ഇങ്ങോട്ട് 60 ഡിഗ്രി ആണ് അല്ലേ. അപ്പൊ നമ്മൾ പ്രൊട്രാക്ടർ എടുക്കുക. പ്രൊട്രാക്ടർ എടുത്ത് എന്ത് ചെയ്യുക? നമ്മൾ ആഡ് ചെയ്ത് അതേ കാര്യങ്ങൾ ചെയ്യാം അല്ലേ. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് 60 ഡിഗ്രി. അപ്പൊ നമ്മൾ ഇവിടെ നിന്നാണ് കോൺ വരയ്ക്കേണ്ടത് അല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ കുത്തുക. നമ്മൾ പ്രൊട്രാക്ടർ എടുത്തത് എന്ന് നോക്കിയാൽ കറക്റ്റ് ആയിട്ട് ആ പോയിന്റിൽ നമ്മൾ വെച്ചു. ഈ ലൈനിന്റെ കറക്റ്റ് ആയിട്ട് ഈ ലൈനിന്റെ നേരെ വരുത്തിയല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഇങ്ങോട്ട് 60. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് 0, 10, 20, 30, 40, 50, 60 കണ്ടല്ലോ. 60 അപ്പൊ 60 വരുന്ന ഭാഗത്ത് നമ്മൾ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ഞാൻ ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 60 ഡിഗ്രിയിലുള്ള ആംഗിള് കിട്ടി. മനസ്സിലായല്ലോ. അപ്പൊ ഈ രൂപത്തിലാണ് നമ്മൾ ആംഗിള് വരയ്ക്കേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 13 കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. മെഷർ ആൻഡ് മാർക്ക് ഈച്ച് ആംഗിൾ ബിലോ. ഇവിടെ തന്നിട്ടുള്ള ആംഗിളുകളൊന്നും എത്രയാണെന്ന് മെഷർ ചെയ്തിട്ടുണ്ടെന്ന് എഴുതണം. അപ്പൊ നമ്മൾ പഠിച്ചല്ലോ എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടതെന്ന് പഠിച്ചല്ലേ. നമ്മൾ പ്രൊട്രാക്ടർ എടുക്കുക. പ്രൊട്രാക്ടർ എടുത്തു. അതിനുശേഷം ഇവിടെ ഇങ്ങോട്ടാണ് ആംഗിൾ അല്ലേ. അപ്പൊ നാം എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഈ പോയിന്റ് ഇതിൽ വെച്ചു. കണ്ടില്ലേ? ഇവിടെ വെച്ചു. ഇത് കറക്റ്റായിട്ട് ഈ 0 എന്ന് ലൈൻ നോക്കിയാൽ കറക്റ്റായിട്ട് നമ്മളെ ഈ കോണിന്റെ ഈ മുകളിൽ കൂടി വന്നു അല്ലേ. ഓക്കെ, ഇനി 0 മുതൽ ഇങ്ങനെ എണ്ണി തുടങ്ങും അല്ലേ. ഇങ്ങനെ മേലോട്ട് കയറി പോകണം. 180 എടുക്കരുത്. 180 എപ്പോഴും എടുക്കണമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പൊ 0 മുതൽ 0, 10, 20, 30, 40, 50, 60 കണ്ടില്ലേ. 60ലാണ് നമ്മുടെ ലൈൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 60 ഡിഗ്രി. മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് മെഷർ ചെയ്ത് നോക്കാം. ഇതും ഇതേപോലെ തന്നെ ഇവിടെ വെക്കുക. വെച്ചിട്ട് കൃത്യമായിട്ട് നമ്മൾ ഈ പോയിന്റ് നോക്കിയാൽ ഇവിടെ ഈ കൂട്ടിമുട്ടുന്ന ഭാഗത്ത് കറക്റ്റായിട്ട് നമ്മളെ മൂല വെച്ചു. അതിനുശേഷം നോക്കിയാൽ ഈ ലൈൻ നമ്മുടെ 0 എന്ന് എഴുതിയ ലൈൻ കറക്റ്റായിട്ട് ഇവിടെ ഒരേപോലെ വരുന്ന രൂപത്തിൽ വെച്ചു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? മെഷർ ചെയ്ത് നോക്കാം. ഇവിടെ നിന്ന് 0, 10 ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ കണ്ടില്ലേ. ഇവിടെ നമ്മൾ കയറി പോകണം, അല്ലാതെ 180, 170 അങ്ങനെ പോകരുത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് മെഷർ ചെയ്യുമ്പോൾ നമ്മൾ 0, 10, 20, 30 അങ്ങനെ പോയി നമ്മുടെ ലൈൻ അവിടെ ഇങ്ങനെ പോയി 110, 120, 130 കണ്ട 130 എന്ന് എഴുതി കൊടുത്താണ് നമ്മുടെ ലൈൻ നിൽക്കുന്നത് അല്ലേ. അടിയിലത്തെ ലൈൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഇത് എത്ര ആംഗിൾ ആയിരിക്കും? ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 130 ഡിഗ്രി. ഇനി നമുക്ക് ഈ ആംഗിൾ മെഷർ ചെയ്യണം അല്ലേ. അപ്പൊ ഇതേപോലെ തന്നെ നാം എന്ത് ചെയ്യാം? പ്രൊട്രാക്ടർ എടുത്തു. കണ്ട ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ആംഗിൾ അല്ലേ. അതുകൊണ്ട് നാം എന്ത് ചെയ്യാം? ഇവിടെ പോയിന്റിൽ തന്നെ കൃത്യമായിട്ട് വെച്ചു. ഓക്കെ അല്ലേ. അത് ഓക്കെ ആയി. ലൈൻ കൃത്യമായിട്ട് ലൈനിന്റെ ഒപ്പം വെച്ചു. ഇനി നാം എന്ത് ചെയ്യണം? ആംഗിൾ എവിടെ നിന്നാണ് വരുന്നത്? ഇവിടെ നിന്നാണ് അല്ലേ. ഇവിടെ നിന്നാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്. കണ്ടില്ലേ. അപ്പോൾ 0, 10, 20 ഇങ്ങനെ കയറി പോയി 50, 60 അല്ലേ. അപ്പൊ 60 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് മെഷർ ചെയ്ത് നോക്കാം. ഇത് നോക്കിയാൽ ഇതിങ്ങനെ തല തിരിഞ്ഞാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പൊ ഒന്നുകിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ വേണമെങ്കിൽ ടെക്സ്റ്റ് ബുക്കിന് നമ്മുടെ ബുക്കിനൊന്ന് തിരിച്ചു വെച്ചിട്ട് എളുപ്പത്തിൽ നിങ്ങൾക്ക് മെഷർ ചെയ്യാം. അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ മെഷർ ചെയ്യാൻ പറ്റും. എന്ത് വേണം നമുക്ക്? ഇവിടെ ഇതാണ് ആംഗിൾ അല്ലേ.
അപ്പോൾ ഇതാണ് നമ്മുടെ ലൈൻ. അപ്പോൾ ലൈനിൽ നോക്കിയാൽ ലൈൻ നമുക്ക് കൃത്യമായിട്ട് ഇങ്ങോട്ട് നമ്മളെ പ്രൊട്രാക്ടർ ഒന്ന് തിരിച്ചു വെച്ചു. എന്നിട്ട് ഇതേ ഈ പോയിന്റ് ഇതേ ഇവിടേക്കാക്കി വെച്ചു. വേണ്ട, ആ കൂട്ടിമുട്ടുന്ന പോയിന്റ് നോക്കിയാൽ കൃത്യമായിട്ട് അവിടേക്ക് വെച്ചു. ഇനി ഈ ലൈൻ എന്തൊക്കെയാ കണ്ട അതിൻ്റെ ഒപ്പം നേരെ കൃത്യമായിട്ട് വെച്ചു. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ മെഷർ ചെയ്യാൻ പോണ് ഉറപ്പിച്ച് വെച്ചു. ഇനി നമ്മൾ മെഷർ ചെയ്യാൻ പോകണമെന്ന് നോക്കിയാൽ 0, 10, 20, 30 അങ്ങനെ കയറി ഇങ്ങനെ പോകുന്നു. അവസാനം എത്രയിലെത്തി നോക്കിയാൽ ഈ ലൈൻ എത്രയ്ക്കണ് 130 ഡിഗ്രി അല്ലേ. അപ്പോൾ 130 ഡിഗ്രിയിലാണ് ഈ ലൈൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഇത് എത്രയായിരിക്കും ആംഗിൾ 130 ഡിഗ്രി. അപ്പോൾ അത് മനസ്സിലായി അല്ലേ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. എന്താണ്? ഡ്രോ ദി പിക്ചേഴ്സ് ബിലോ ഇൻ ദി നോട്ട്ബുക്ക്. അതായത് ഈ ചിത്രങ്ങളൊക്കെ ഈ ത്രികോണങ്ങളൊക്കെ ഒന്ന് നാം എന്തിൽ വരയ്ക്കണം? നോട്ട് ബുക്കിൽ വരയ്ക്കണം അല്ലേ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കിയേ, ആദ്യത്തെ പടം ഒന്ന് നോക്കിയേ. ഇവിടെ ഒരു 4 സെന്റിമീറ്റർ അല്ലേ. പിന്നെ ഇവിടെ ഒരു 50 ഡിഗ്രി, ഇവിടെ ഒരു 50 ഡിഗ്രി അല്ലേ. ഇത്ര ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാം. ആദ്യം എന്ത് ചെയ്യാം? സ്കെയിൽ എടുത്തിട്ട് ഒരു 4 സെന്റിമീറ്റർ ലൈൻ ഇങ്ങോട്ട് വരയ്ക്കാം. അപ്പോൾ ഞാൻ സ്കെയിൽ എടുത്തിട്ട് 4 സെന്റിമീറ്റർ കൃത്യമായിട്ട് 4 സെന്റിമീറ്റർ വരച്ചു. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി എന്ത് വേണം നമുക്ക്? നാം നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നോക്കിയാൽ ഇവിടെ 50 ഡിഗ്രി, ഇവിടെ 50 ഡിഗ്രി അല്ലേ. അപ്പോൾ നാം പ്രൊട്രാക്ടർ എടുത്തിട്ട് 50 ഡിഗ്രി നമ്മൾ മെഷർ ചെയ്യലൊക്കെ പഠിച്ചല്ലോ. അപ്പോൾ 50 ഡിഗ്രി ഇവിടെ നിന്ന് മെഷർ ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കിയാൽ ഞാൻ പ്രൊട്രാക്ടർ എടുത്തു, ഇവിടെ ആ പോയിന്റിൽ കൃത്യമായിട്ട് വെച്ചു, 0 ഈ ലൈനിൽ വെച്ചു അല്ലേ. നമുക്ക് എത്രയാണ്? 50 അല്ലേ. അപ്പോൾ 10, 20, 30, 40, 50 പോയിന്റ് ഞാനിവിടെ മാർക്ക് ചെയ്തു. ഇനി നമുക്കിപ്പോൾ തമ്മിലൊന്ന് കൂട്ടി യോജിപ്പിക്കാം. അപ്പം ഞാൻ ഇതേ കൂട്ടി യോജിപ്പിക്കാൻ പോണ്. ഇതങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ചു. ഓക്കെ, ഇനി എന്ത് വേണം? ഇവിടെ നിന്ന് ഒരു 50 ഡിഗ്രി എടുക്കണം അല്ലേ. അപ്പോൾ നമ്മൾ വീണ്ടും പ്രൊട്രാക്ടർ എടുത്തു. നമ്മുടെ പോയിന്റിൽ കൃത്യമായിട്ട് പ്രൊട്രാക്ടറിൽ ഈ പോയിന്റിൽ ഇവിടെ വെച്ചു. ലൈനിൻ്റെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വെച്ചു, ഒരു വ്യത്യാസവും ഇല്ല. നമുക്ക് ഇവിടെ നിങ്ങളുടെ 50 ഡിഗ്രി. അപ്പോൾ 10, 20, 30, 40, 50 കണ്ടില്ലേ. അപ്പോൾ 50 ഡിഗ്രി നമ്മളിവിടെ പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യാം? ഇവ തമ്മിൽ കൂട്ടി അങ്ങോട്ട് യോജിപ്പിക്കാം. അപ്പം ഞാൻ സ്കെയിലെടുത്തു, ഇവ തമ്മിൽ കൂട്ടി അങ്ങോട്ട് യോജിപ്പിച്ചു. കണ്ടില്ലേ. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? ഇത് 4 സെന്റിമീറ്റർ, ഇവിടെ 50 ഡിഗ്രി, ഇതും 50 ഡിഗ്രി. ഓക്കെ അല്ലേ. അപ്പം ഇതാണ് നമ്മുടെ ആദ്യത്തെ ഫിഗർ. ഇനി വേണമെങ്കിൽ നമുക്കിത് മാച്ച് കളയാനൊന്നും ഒരു നിർബന്ധവും ഇല്ല. ഇനി അടുത്ത അളവ് നോക്കിയേ, 5 സെന്റിമീറ്റർ അല്ലേ. അപ്പോൾ ആദ്യം സ്കെയിൽ എടുക്കുക, 5 സെന്റിമീറ്ററിൽ വരയ്ക്കുക, ലൈൻ വരയ്ക്കാം. സ്കെയിലെടുത്തത് 5 സെന്റിമീറ്ററിൽ ഞാൻ ആദ്യം അങ്ങോട്ട് ലൈൻ അങ്ങോട്ട് വരച്ചു. ഓക്കെ, ഇനി എന്ത് വേണം? ഇവിടെ 90 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ 90 ഡിഗ്രി നമുക്ക് പ്രൊട്രാക്ടർ തന്നെ ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കാം, അതല്ലെങ്കിൽ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് വരയ്ക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ കയ്യിൽ പ്രൊട്രാക്ടർ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? പ്രൊട്രാക്ടർ എടുത്തിട്ട് ഇതേ ഇങ്ങനെ വെച്ചു. ഇനി ഇവിടെ നിന്നായി നമ്മൾ മെഷർ ചെയ്യണം അല്ലേ, 90 ഡിഗ്രി. നമുക്ക് 90 ഡിഗ്രി കാണാം, നടുവിൽ കാണാം അല്ലേ 90 ഡിഗ്രി. അപ്പം ഇങ്ങനെ നോക്കേണ്ട കാര്യമില്ല. ഇനി വേണമെങ്കിൽ നോക്കണം, നോക്കിക്കോ 90 ഡിഗ്രി ഇതേ അല്ലേ. അപ്പോൾ ആ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഇതേ 2 പോയിന്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇതെത്ര കിട്ടി? ഇത് 90 ഡിഗ്രി. ഇനി എന്താണ് വേണ്ടത്? ഇവിടെ നിന്ന് 30 ഡിഗ്രി അല്ലേ. അപ്പം നമ്മൾ വീണ്ടും പ്രൊട്രാക്ടർ എടുക്കുന്നു. അതിനുശേഷം ഈ പോയിന്റ് അല്ലേ, ഈ അറ്റത്ത് ഇവിടെ വെക്കുന്നു. അപ്പോൾ ഇതേ കറക്റ്റായിട്ട് ഈ അറ്റത്ത് വെച്ചു. ഈ ലൈൻ ഇങ്ങോട്ട് മുട്ടി, കറക്റ്റായിട്ട് മുട്ടി. ഇനി എന്ത് വേണം? 30 ഡിഗ്രി അല്ലേ. അപ്പോൾ 0, 10, 20, 30 കണ്ടില്ലേ. 30 ഡിഗ്രിയുടെ പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു. അത് സ്കെയിൽ എടുത്തിട്ട് ഇതേ കൂട്ടി യോജിപ്പിച്ചു. കണ്ടല്ലോ. അപ്പോൾ ഇത് എത്ര ഡിഗ്രി? 30 ഡിഗ്രി. ഇത് നാം എടുത്തത് 5 സെന്റിമീറ്റർ. അപ്പോൾ ഓക്കെ, നമ്മൾ ഇതും വരച്ചു കഴിഞ്ഞു. കണ്ടില്ലേ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മാർക്ക് വാങ്ങാൻ പറ്റിയ ചാപ്റ്ററാണിത്. ഇനി ഇത് നോക്കിയേ, ഇവിടെ വരയ്ക്കാൻ ഇത്തിരി പണി തോന്നുന്നുണ്ടാവും അല്ലേ. ഒരു പണിയില്ല. ആദ്യം എന്ത് ചെയ്യാം? ഈ നടുവിലൊരു ഡോട്ടർ ലൈൻ കാണുന്നുണ്ട് അല്ലേ. അതിൻ്റെ അളവ് നമുക്ക് തന്നിട്ടുണ്ട് 6 സെന്റിമീറ്റർ. അപ്പോൾ നാം എന്ത് ചെയ്യാം? ആദ്യം 6 സെന്റിമീറ്റർ വെച്ച് അതും കൂടി വരയ്ക്കുക ആദ്യം. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്തു? 6 സെന്റിമീറ്ററിൻ്റെ ആ ഡോട്ടർ ലൈൻ വരച്ചു അല്ലേ. അപ്പോൾ അത് വരയ്ക്കണം. നമുക്ക് ഡോട്ടർ ലൈൻ വരച്ചാലേ നമുക്കത് വരയ്ക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഡോട്ടർ ലൈൻ ആദ്യം നമ്മൾ വരച്ചു. ഇത് എത്ര സെന്റിമീറ്റർ ആണ്? 6 സെന്റിമീറ്റർ. ഇനി എന്ത് വേണം നമുക്ക്? ഇവിടെ നിന്ന് ഇങ്ങോട്ട് 20 ഡിഗ്രി കണ്ടില്ലേ. ഈ ഡോട്ട് ഇട്ട ഈ ലൈനിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 20 ഡിഗ്രി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? പ്രൊട്രാക്ടർ എടുത്തിട്ട് നാം സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ കൃത്യമായിട്ട് കണ്ട ഇവിടെ വെച്ചു, ഈ അറ്റത്ത് വെച്ചു. ലൈനിൻ്റെ കൃത്യമാക്കി അനുസരണം 10, 20, 30 അല്ല 20 ആണ് അല്ലേ. അപ്പോൾ 10, 20 കണ്ടല്ലോ, 20. അപ്പോൾ 20 ഡിഗ്രി ഇവിടെ പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് തെറ്റാണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത പോയിന്റ് കൂടി മാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് 20 വേണം അല്ലേ. ഇവിടെ നിന്ന് 20 ഡിഗ്രി. അപ്പോൾ നമ്മൾ വീണ്ടും പ്രൊട്രാക്ടർ വെച്ചു കണ്ടില്ലേ, ലൈൻ മതി വെച്ചു. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് 20 ഡിഗ്രി. അപ്പോൾ 10, 20 ഈ പോയിന്റ് മാർക്ക് ചെയ്തു. പോയിന്റുകൾ അങ്ങോട്ടും കൊണ്ട് തെറ്റരുത്
അല്ലെങ്കിൽ ഓരോന്ന് മാർക്ക് ചെയ്തിട്ട് വരയ്ക്കുക, വരച്ചതിന് ശേഷം അടുത്ത് മാർക്ക് ചെയ്യുക. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഒരുമിച്ച് ഇതുപോലെ പോയിന്റ് ഇടാം. അപ്പോൾ ഈ പോയിന്റ് അത് മാർക്ക് ചെയ്തു. ഓക്കെ. ഇനി ഇവിടെ നിന്ന് നോക്കിയേ, ഇവിടെ നിന്ന് 20 ഡിഗ്രി അല്ലേ? അപ്പോൾ നമ്മുടെ സെറ്റ് സ്ക്വയർ എന്ത് ചെയ്യണം? ഈ അടിഭാഗത്താണ് നമ്മുടെ ആംഗിൾ വരുന്നത് അല്ലേ? അപ്പോൾ സെറ്റ് സ്ക്വയർ നമുക്കൊന്ന് തിരിച്ചു വെക്കാം. കണ്ടോ? തിരിച്ചു വെച്ചിട്ട് അടിയിലേക്ക് വെച്ചു. എന്നിട്ട് ഇതേ ഇങ്ങനെ വെച്ചു, ഇവിടെ വെച്ചു. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ലൈനിൽ നിന്ന് ഇങ്ങോട്ട് 20 ഡിഗ്രി. അപ്പോൾ ലൈൻമ ഈ ഡോട്ടർ ലൈൻ നമ്മൾ കറക്റ്റായിട്ട് 0 വെച്ച് ഇങ്ങനെ ഈ 0 ലൈൻമ വെച്ചു. ഇനി 10, 20 കണ്ടല്ലോ, 20. അപ്പോൾ ഇവിടെ നമ്മൾ ആ പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി അതേപോലെ തന്നെ ഇവിടെയും 20 അല്ലേ? അപ്പോൾ ഇതിങ്ങോട്ട് നീക്കി വെച്ചു. അപ്പോൾ നോക്കിയേ, 10, 20 അല്ലേ? അപ്പോൾ ഇതാണ് 20. അവിടെയും നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്തു. ആ പോയിന്റുകൾ അങ്ങോട്ടും തെറ്റരുത്. ഈ പോയിന്റും ഇന്ന് നമ്മൾ കൂട്ടി യോജിപ്പിക്കരുത്. നാം കറക്റ്റായിട്ട് നമ്മൾ ആദ്യം ഇട്ട 20 ഡിഗ്രിയിൽ ഇട്ട ആ പോയിന്റിലേക്ക് എന്നെ കൊണ്ട് യോജിപ്പിക്കാം. ഇനി ആദ്യത്തെ ഈ പോയിന്റും ഇതും തമ്മിലും യോജിപ്പിക്കാൻ പോകുന്നത് ആദ്യത്തെ 20 ഡിഗ്രി നമ്മൾ എടുത്തത് 20 ഡിഗ്രി കണ്ടല്ലോ. ഓക്കെ. ഇനി ഇതും കൂട്ടി യോജിപ്പിച്ചു. ഇനിയോ ഇത് അല്ലേ? അപ്പോൾ അത് യോജിപ്പിച്ചു. അടുത്തത് ഈ പോയിന്റും ഈ പോയിന്റും. അപ്പോൾ അതും കൂട്ടി യോജിപ്പിച്ചു. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ ഓരോന്നും 20 ഡിഗ്രി വെച്ച് എഴുതാം. അങ്ങനെ എഴുതാം, നോട്ട്ബുക്കിൽ എഴുതാം. ഓരോന്നും 20 ഡിഗ്രി എന്ന് എഴുതാം. പിന്നെ ഇത് 6 സെന്റിമീറ്റർ. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് ഈ ഫിഗർ വരയ്ക്കുക. പിന്നെ അടുത്തത് നോക്കിയാൽ ഇതാണ് ഫിഗർ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഈ വശത്തിന് നീളം തന്നിട്ടുണ്ട്. എത്രയാണ്? 5 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ 5 സെന്റിമീറ്റർ. അപ്പോൾ നമുക്ക് ആദ്യം 5 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കാം. അപ്പോൾ ഞാൻ 5 സെന്റിമീറ്റർ ഒരു ലൈൻ വരയ്ക്കുന്നു. ഇത് 5 സെന്റിമീറ്റർ. ഓക്കെ. ഇനി എന്ത് വേണം? ഇവിടെ 60 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ നാം ഇവിടെ ചെയ്ത പോലെ തന്നെ പ്രൊട്രാക്ടർ എടുത്തിട്ട് 60 ഡിഗ്രിയിൽ പോയിന്റ് ഇട്ടു. 10, 20, 30, 40, 50, 60. 60. ഓക്കെ. ഇനി അവ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു. ഓക്കെ. അത് കഴിഞ്ഞു അല്ലേ? ഇനി ഇത് 60. ഇനി നമുക്കിവിടെ എത്ര മതി? 3 സെന്റിമീറ്റർ മതി അല്ലേ? അപ്പോൾ കൂടുതലുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സ്കെയിൽ വെച്ചിട്ട് 3 സെന്റിമീറ്ററിൽ മാർക്ക് ചെയ്യാം. ആ സ്കെയിൽ വെച്ചിട്ട് നമ്മുടെ 3 സെന്റിമീറ്റർ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്തത് അല്ലേ? അപ്പോൾ ഇത് 3 സെന്റിമീറ്റർ. ഇനി എന്ത് വേണം? ഇനി ഇവിടെ 120 ഡിഗ്രി ആണ് അല്ലേ? 120 ഡിഗ്രി. അപ്പോൾ വീണ്ടും നമ്മുടെ പ്രൊട്രാക്ടർ എടുത്തിട്ട് 120 ഡിഗ്രി മെഷർ ചെയ്യാം. അപ്പോൾ 10, 20, 30, 40 അങ്ങനെ പോയി 100, 110, 120 കണ്ടല്ലോ, 120. ആ പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ 2 പോയിന്റ് തമ്മിലൊന്ന് കൂട്ടി യോജിപ്പിക്കാം അല്ലേ? അപ്പോൾ കൂട്ടി യോജിപ്പിച്ചു. അപ്പോൾ ഇവിടെയും എത്ര മതി? 3 സെന്റിമീറ്റർ മതിയല്ലോ. അപ്പോൾ സ്കെയിൽ വെച്ചിട്ട് 3 സെന്റിമീറ്റർ നമ്മൾ ഇവിടെ അടയാളപ്പെടുത്താം. അപ്പോൾ സ്കെയിൽ വെച്ചിട്ട് 3 സെന്റിമീറ്റർ നമ്മൾ കറക്റ്റ് ആയിട്ടാണ് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ 3 സെന്റിമീറ്റർ വരുന്നത്, ഈ പോയിന്റ്. ഇതെന്ത് ചെയ്യാം? ഇത് തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ ഈ 2 പോയിന്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു. മനസ്സിലായല്ലോ? ഇപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി? ഈ ഫിഗർ കിട്ടി. ഇത് എത്ര ഡിഗ്രിയാണ് നമ്മൾ എടുത്തത്? 120 ഡിഗ്രി. ഇതും 3 സെന്റിമീറ്റർ. ഇത്രയും മനസ്സിലായല്ലോ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ബാക്കിയുള്ളത് സർക്കിൾ ഡിവിഷനാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.